ഇപ്പോൾ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ജി സുധാകരൻ മാധ്യമങ്ങളെ കാണുകയാണ്. ശബ്ദ സംരക്ഷണത്തിലേക്ക്. ആലപ്പുഴയല്ല, അത് കണ്ണൂരിലാണ്. അത് കണ്ണൂരിലാണ്. അത് ഇവിടെ വെച്ച് പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. സ്ഥാനത്തിന്റെ പാർലമെന്ററി തീസിസ് വായിച്ചിട്ടുണ്ടോ? ഇവര് പാർലമെന്റിൽ പോകുന്ന വ്യാമോഹമാണ്. പാർട്ടി അയക്കുന്നതല്ലേ അവിടെ പോയി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് വാദിക്കാനാ. അതിന് കൊള്ളാവുന്നവരെയാണ് പണ്ട് അയച്ചോണ്ടിരുന്നത്. ഇപ്പൊ അയച്ചോണ്ടിരിക്കുന്ന ആരെയാതൊക്കെ നിങ്ങൾ നോക്കാം. കഴിഞ്ഞ നിയമസഭയിൽ ഈ കേരളം അറിയപ്പെടുന്ന പുസ്തകം നടത്തിയ ആളുടെ പേര് പറ. ഇവിടുന്ന് പോയല്ലോ 5-6 പേര്, 8 പേര് പോയില്ലേ? ഈ കേരളം ശ്രദ്ധിച്ചോണ്ട് പുസ്തകം നടത്തിയ ഒരാളുടെ പേര് പറ. അവരൊക്കെ തന്നെ വീണ്ടും എല്ലാവരും മത്സരിക്കല്ലേ? അതെന്തിനാ? അത് പാർലമെന്റ് വ്യാമോഹമല്ലേ? 6ാമത്തെ തവണ തുടർച്ചയായി മത്സരിക്കുന്ന ആരിഫ് പാർലമെന്റ് വ്യാമോഹമില്ല. 3 തവണ അസംബ്ലി ജയിച്ചു, പാർലമെന്റ് ജയിച്ചു 4, 1 തോറ്റു. അഞ്ചിപ്പോ വീണ്ടും മത്സരിക്കും. ആലുവായി പോയി മത്സരിക്കുക. മനസ്സിലായില്ലേ? ആലുവ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞത് ആരിഫിന്റെ കാര്യമാണ്. അതാണോ ചോദ്യം? പാർലമെന്റ് വ്യാമോഹത്തെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങളോട് പറ. അതല്ലെന്ന് ഇവിടുത്തെ ചോദ്യം. നിങ്ങൾക്ക് തലയിലൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പാർലമെന്ററി വ്യാമോഹം എനിക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോന്നും ചൂണ്ടിക്കാണിക്കുക. എന്റെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി പറയണ്ടല്ലോ. അത് എന്ത് വ്യാമോഹ? അത് വ്യാമോഹമല്ല. പാർട്ടി തീരുമാനിച്ചാണ് മത്സരിക്കുന്നത്. ചെറിയ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. വ്യാമോഹമാണ്. പ്രതിമ 3ാമത്തെ തവണ വ്യാമോഹമാണ്. വാസവൻ 3ാമത്തെ തവണ വ്യാമോഹമാണ്. 10-15 പേര് 3, 4, 5 തവണയായത് അതിനെന്താ? പാർട്ടി തീരുമാനിക്കുന്നതല്ലേ? എത്ര തവണ മത്സരിച്ചു എന്നാണ് കൈരളിയുടെ ആള് ചോദിക്കുക. എത്ര തവണ മത്സരിച്ചാലെന്താ? എത്ര തവണ? നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അറിയാം. AKG മരണം വരെ MP ആയിരുന്നു. നിങ്ങൾക്ക് ഇതുവല്ലോ അറിയോ? നിങ്ങൾക്ക് ഇത് വല്ലതും അറിയുമെന്ന് ചോദിച്ചത്. ഞാൻ 963 പാർട്ടി ചേർന്നു. എന്നെ പഠിപ്പിക്കാൻ വരിക. നിങ്ങൾ വന്നിരിക്കുന്നത് ഇതിനെ അലങ്കോലപ്പെടുത്താനാണ്. ഞാൻ ഒന്നുകൂടെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മാത്രം ഇത്ര തോന്നിവാസം ചോദിക്കും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതാ പാർട്ടിക്ക് ഡാമേജ് ഇല്ലാതാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിയാണ്. അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി ജി സുധാകരൻ ആണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് സുധാകരന് എതിരെ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ അദ്ദേഹം മറുപടി പറയുന്നു. പ്രത്യേകിച്ച് CPIM നേതാവായ ജി സുധാകരന് ഇതിനു മുമ്പ് പാർട്ടി മത്സരിക്കാൻ അവസരം നൽകി. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു, മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചു. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പാർലമെന്ററി വ്യാമോഹം ആണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം CPIM അംഗങ്ങൾ തന്നെയായിട്ടുള്ള ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് തൻ്റെ സ്ഥാനാർത്ഥിത്വം മാത്രം എങ്ങനെ ഇത്തരത്തിൽ പാർലമെന്ററി വ്യാമോഹം ആകുന്നു. പാർട്ടിക്കുള്ളിൽ 4ഉം 5ഉം തവണ അവസരം ലഭിച്ചവർ വീണ്ടും മത്സരിക്കുന്നു. പാർട്ടി തന്നെ അതിന് മത്സരിക്കാൻ അവസരം നൽകുന്നു. ചിലർക്ക് അങ്ങനെ മത്സരിക്കാം, മറ്റു ചിലർക്ക് അത് പാടില്ല എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യുകയാണ് ജി സുധാകരൻ. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിൽ തനിക്ക് സന്തോഷമാണുള്ളത് എന്ന് പറഞ്ഞ സുധാകരൻ ആ നിലപാട് മാറ്റിയിരുന്നു. 3ാമതും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരില്ല എന്നതായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരുത്തി പറഞ്ഞത്. എങ്കിൽ ഇപ്പോൾ വീണ്ടും CPIMന് എതിരായ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് സുധാകരൻ. നമ്മൾ നേരത്തെ കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ അവിടെ കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും എന്നാൽ സുധാകരനെ മാറ്റി നിർത്തുകയും സുധാകരൻ നിർദ്ദേശിച്ച പേരുകളടക്കം വെട്ടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. എങ്കിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുമ്പാവൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട നിലവിലെ MLA ആയിട്ടുള്ള എൽദോസ് കുന്നപ്പള്ളി ഇനി തുടർ നീക്കങ്ങൾ എന്ത് ആകും എന്നത് തന്നെയാണ്. സ്വതന്ത്രനായി കുന്നപ്പള്ളി മത്സര രംഗത്തുണ്ടാകുമോ? കഴിഞ്ഞ ദിവസം, അതായത് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് അത്തരം ചില നീക്കങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടിയെ ധിക്കരിക്കില്ല എന്നും തുടർ തീരുമാനം പ്രവർത്തകരുമായി കൂടിയാലോചിച്ച് കൈക്കൊള്ളും എന്നുമായിരുന്നു എൽദോസിന്റെ പ്രതികരണം പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ആണ് ചേരുന്നത്. ഡാനി, അതൃപ്തരിൽ ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി എന്നതിൽ തർക്കമൊന്നുമില്ല. ഇനി എൽദോയുടെ നീക്കങ്ങൾ എന്ത് എന്നത് പ്രധാനപ്പെട്ടതാണ്. നിലവിൽ പാർട്ടിക്കപ്പുറത്തേക്ക് ഒരു പക്ഷേ സ്വതന്ത്രനായൊക്കെ മത്സരിക്കുവാനുള്ള സാധ്യത ഇല്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്?
അഭിലാഷ, എൽദോസ് ഉയർത്തിയ ഈ കലാപത്തിൻ്റെ ഒരു കൊടിക്കൂറ അത് ഒരല്പമല്ല നന്നായി താഴ്ത്തുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറുകളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണങ്ങൾ കുറെ കൂടി വൈകാരികവുമായിരുന്നു. അദ്ദേഹം കൂടുതൽ ഊന്നി നിന്നത് താൻ മത്സരിക്കുമെന്നുള്ള ഒരു സൂചന, അദ്ദേഹത്തിൻ്റെ റിബലായി മത്സരിക്കുമെന്നുള്ളൊരു സൂചന അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ നൽകിയെങ്കിൽ കൂടിയും പിന്നീട് ഇന്നലെ മുതൽ അത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം അല്പം താഴ്ന്നു. ആ ഒരു രീതിയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊന്നും തന്നെ ഈ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നത് മാത്രവുമല്ല, അദ്ദേഹത്തിന് ആരും തന്നെയും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ബന്ധപ്പെടാൻ ഒന്നും തന്നെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വസ്തുതയിലുമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആലോചിച്ച് പ്രതികരിക്കാമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഏതാണ്ട് അതൊരു നിലപാട് വ്യക്തമാക്കുന്ന രീതിയിലായിരുന്നു. പാർട്ടി തനിക്ക് നിരവധിയായ അവസരങ്ങൾ തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, 2 വട്ടം MLA ആയി. ഇനി ആലോചിക്കാം, പാർട്ടിക്ക് എതിരെ ഇല്ല എന്നൊരു സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത് എന്നതാണ്. കാരണം അത് അദ്ദേഹത്തെ ഒരുപക്ഷെ കെ സുധാകരൻ അടക്കമുള്ള ഒരു വിഷയങ്ങൾ കുറേ കൂടി വലിയ രീതിയിലേക്ക് പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതേ രീതി അതിൻ്റെ ഒരു അനുരണനങ്ങൾ തീർച്ചയായും പുറത്തുമുണ്ടാകുമായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാം അഭിലാഷ, കാരണം ഇന്നലത്തെ കണ്ണൂരിലെ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത രീതിയോട് അതനുസരിച്ചുകൊണ്ട് തന്നെയാണ് മറ്റെല്ലായിടത്തും തന്നെ വിമത ശബ്ദമായി ഉയരുമെന്ന് കരുതിയിരുന്ന പലതും, എൽദോസിൻ്റേതുൾപ്പെടെ പലതും ശബ്ദം താഴ്ന്നിട്ടുണ്ട്, ഒതുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പലരും ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളുക എന്നൊരു സന്ദേശം വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട് ഹൈക്കമാൻഡ്. അത് ആ രീതിയിലേക്ക് സമരസപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് UDF സ്ഥാനാർത്ഥി പെരുമ്പാവൂരിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ മനോജ് മൂത്തേണ്ണുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് എൽദോസിൻ്റെ പരിപൂർണമായ സഹകരണം ഇതിലുണ്ടാകും. അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം പൂർണ്ണ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പെരുമ്പാവൂരിൽ UDF സംവിധാനങ്ങളുള്ളത്, കോൺഗ്രസ് ഉള്ളത് എന്നത് അദ്ദേഹം അടിവരയിടുന്നുണ്ട്. കാരണം എൽദോസ് നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു സന്ദേശം കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുണ്ട്. ഒരുപക്ഷേ മറ്റേതെങ്കിലും DCCയോ KPCCയുമായി സംബന്ധമായ ഏതെങ്കിലും സ്ഥാനമാനങ്ങളിലോ എന്തെങ്കിലും സമവായങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൽദോസ് മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഭീഷണി ഉയർത്തിക്കൊണ്ട് മണ്ഡലത്തിലോ അല്ലെങ്കിൽ കോൺഗ്രസിലോ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അതിനുള്ള ഒരു സാധ്യത ഇന്നലെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.